എന്റെ പ്രാണനാഥനെ കലനാക്കി മാറ്റിയ ഈ മധുരാനഗർ ഞാൻ ചുട്ടിരിക്കും. ചിലപ്പതികാരം തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ പ്രഥമഗണനീയമായ ഇളങ്കോവടികളുടെ ചിലപ്പതികാരം. കഥാതന്തുവിൽ കോട്ടം തട്ടാതെ തന്നെ രംഗാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരംഭിക്കുന്നു ചിലപ്പതികാരം. കാവേരി പൂമ്പട്ടണത്തിൽ ജനിച്ച് ഭർത്താവിനോടൊത്ത് മധുരയിൽ വന്നവൾ കണ്ണകി. നിരപരാധിയായ തന്റെ പ്രിയതമനെ വിചാരണയില്ലാതെ വധിച്ച പാണ്ഡ്യരാജാവിനെതിരെ പ്രതികാര ദുർഗയായ കണ്ണകി. തന്റെ പ്രിയതമന്റെ നിരപരാധിത്വം തെളിയിച്ച് മധുരാപുരിയെ ചുട്ടുകരിച്ച പതിവ്രതയായ കണ്ണകി. ഒരു നഗരം മുഴുവൻ ചുട്ടരിക്കാൻ മാത്രം എന്ത് അനീതിയാണ് പാണ്ഡ്യരാജാവ് അവളോട് ചെയ്തത്? കാവേരി പൂമ്പട്ടണം ഏകഛത്രപതി ചോഴന്റെ പ്രജാവലിയിൽ അഗ്രഗണ്യനായി സമ്പൽ സമൃദ്ധി കൊണ്ട് ധർമ്മമാർഗത്തിലൂടെ നേടിയ സമ്പത്ത് മുഴുവൻ പൗരന്മാർക്ക് ദാനം ചെയ്ത് ജീവിക്കുന്ന വാച്ചാത്തുവാന്റെ പുത്രൻ കോവലൻ. നാഗപുരിയിലും നാഗലോകത്തും മാത്രം ലഭ്യമായിരിക്കുന്ന സർവസുഖങ്ങളോടും കൂടി പുകഴാർന്നു വിളങ്ങുന്ന കാവേരി പൂമ്പട്ടണത്തിൽ കാർമേഘതുല്യം ദാനസൗഖ്യതയാർന്ന മാനായിക്കന്റെ കുലത്തിലെ പൂങ്കൊമ്പിൽ സുവർണലത കണ്ണകിയും രോഹിണി നക്ഷത്രത്തിൽ പരിണയം കഴിഞ്ഞ് അഗ്നിപ്രദക്ഷിണം ചെയ്യുന്നത് കാണുന്ന കണ്ണുകൾക്ക് സുഹൃതം. പരമശിവൻ തന്റെ തലയിലേറ്റി വെച്ചിരിക്കുന്ന അമ്പിളിക്കല പോലെ പ്രകാശിക്കുന്ന നെറ്റിയോടുകൂടിയവൾ കണ്ണകി. ലോകത്തിൽ കണ്ടു വാഴ്ത്തപ്പെടുന്ന മുരുകദേവനാണിവൻ. ലക്ഷ്മി ദേവിയുടെ രൂപലാവണ്യവും അരുന്ധതിയുടെ ചാരിത്രവും ഒത്തുചേർന്നവളാണിവൾ. കാമദേവനെ പോലെ സുന്ദരനാണിവൻ. കണ്ണിലും കരളിലും നിന്നെ കാന്തൻ നിന്നെ പിരിയാതെയുന്നിടത്തെ ഓർത്ത കൈവിട്ടു പിരിഞ്ഞിടാതെ
അങ്ങനെ കണ്ണകി ആർക്കും അസൂയ ജനിപ്പിക്കത്തക്ക വിധം ഐശ്വര്യത്തോടുകൂടി കുടുംബിനീപദം മുറതെറ്റാതെ അലങ്കരിച്ചുകൊണ്ട് സർവസുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചു വരുന്നേരം പുക്കാർ നഗരത്തിലെ രാജകൊട്ടാരത്തിൽ ഇന്ന് ദേവദാസി ചിത്രാവതിയുടെ സുന്ദരിയായ മകൾ മാധവിയുടെ അരങ്ങേറ്റം നടക്കുകയാണ്. സ്വർലോക നർത്തകിയായ ഉർവശിയുടെ വംശജയാണ് മാധവി. സൗന്ദര്യം, സംഗീതം, നൃത്തപാടവം എന്നിവയിൽ തികവുറ്റവളാണ് മാധവി. രാജസദസ്സിൽ വെച്ചു തന്നെ ആ സുന്ദരിയുടെ അരങ്ങേറ്റവും നടക്കുന്നു. മധ്യചിത്തം മയക്കുന്ന നർത്തകി, നാടകമാടും കുലം പെറ്റ പെണ്ണാൾ, നിറഞ്ഞിടും തോളുകളുള്ളവൾ, കൂരിരുൾ കൂന്തളഭാരം വകഞ്ഞിട്ടും ഊച്ചാടി നിൽക്കുമ്പോൾ മാധവി, അവൾക്കൻ ആട്ടം കാണുവാൻ വരിക, പൂങ്കുകാരിൻ രാജസദസ്സിലേക്ക് വരിക. ഈ പുരുഷായുസ് മുഴുവൻ ആനന്ദിക്കാൻ ഈ ഒരു ദിവസം മതി. മാധവിയുടെ നൃത്തം കണ്ടിട്ടാണോ ഭരതമുനി നാട്യശാസ്ത്രം രചിച്ചത്? ഇവളുടെ നൃത്ത സൗന്ദര്യത്തിന് മുന്നിൽ ത്രിലോക സുന്ദരികൾ പോലും നാണിച്ച് തല താഴ്ത്തിയിരിക്കാം. സുവർണ നിർമ്മിതമായ ഒരു പൂങ്കൊടി നൃത്തം ചെയ്യുന്നുവോ എന്ന് തോന്നിക്കും വിധത്തിൽ നാട്യവിധികളെ മുറുകെ പിടിച്ച് താണ്ഡവ ലാസ്യാദി നൃത്തവിശേഷങ്ങൾ എല്ലാം ആടി കാണിക്കയാൽ മാധവി നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. വീതമുള്ള 10 അട്ടികളും പിന്നെ ഒരു 8ഉം ചേർത്ത് 1008 പൊന്നുവിലയുള്ളതാണ് ഈ മാല. ഇത്രയും പൊന്നു തന്ന് മാല വാങ്ങി അണിയുന്നവൻ മാധവിയുടെ കമിതാവാകുന്നതാണ്. വീതമുള്ള 10 അട്ടികളും പിന്നെ ഒരു 8ഉം ചേർത്ത് 1008 കഴഞ്ച് പൊന്നു തന്ന് ഞാൻ ഈ മാല സ്വന്തമാക്കുന്നു. മാധവിയോടൊത്ത് ചേർന്ന മാത്രയിൽ കുറ്റമറ്റൊരു മഹത്വം പുലർന്നതൻ പത്നിയെയും പെറ്റ ദേഹത്തെയും പാടെ മറന്നുപോയി കോവലൻ
കടന്ന് കൊടുങ്കയിലും നൽകുന്ന ചോരകുലത്തിന്റെ കൊറ്റക്കുട പോലെ മോക്കൾ വിടരുന്ന നിശാവേളയിൽ ഒളിമരത്തിക്കൊണ്ട് വാനിലുദിച്ചേരുന്ന ചന്ദ്രൻ ഓവനോട് ചേർന്ന മാധവന്റെ മുലർമയും മന്ത്രവിരങ്ങിനായി കണ്ണനെത്തി ചൂടും ഒരേ സമയം ഇവളുടെ വിരലുകൾ ചലിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഇവളുടെ കണ്ണുകൾ തിരയുന്നത് എന്നെയല്ല. ഇവളുടെ അധരങ്ങൾ മന്ത്രിക്കുന്നത് എന്നെ കുറിച്ചല്ല. സമയമായി, നമുക്ക് പോകാം. സമയമായി, നമുക്ക് പോകാം. നമുക്ക് പോകാം. ഇങ്ങനെ പോകാം എന്നു നേരെ പറഞ്ഞ നേരത്തും ഒപ്പം എണീറ്റില്ല പെണ്ണാൻ ഉടൻകോവലൻ പോയാനവയെ ഉള്ളിൽ കേവല വൈരാഗ്യമോടെ എവിടെയൊക്കെയാണൊഴുകുന്നു പുണ്യനദികൾ അവിടമെല്ലാം തൊഴുതു മുങ്ങുവാൻ തുനിഞ്ഞെന്നെ പിരിഞ്ഞകന്ന കാന്തനെ ഇവിടെ കൊണ്ടു തരേണം ദൈവമേ. വിരഹിണികളെ നിങ്ങളേവരും പ്രിയരോട് ചേരുവിൻ. ഇന്ന് കാന്തൻ വന്നു ചേർന്നില്ലെന്ന് വരികിലും നാളെയെങ്കിലും വരാതിരിക്കില്ല. അല്ലയോ സഖി, ദൂരെ നിന്നൊരാൾ വരുന്നത് കണ്ടു. അകലെ വെച്ച് കണ്ടപ്പോൾ ഏതോ രാജാവാണെന്ന് കരുതി. അടുത്ത് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കോവലനാണെന്ന്. ഓ ദൈവമേ, ഇത് സത്യമോ മിഥ്യയോ? അത് അദ്ദേഹം തന്നെ ആയിരിക്കുമോ? ദൈവമേ, ദൈവമേ, ഈ പൂക്കൾ നിനക്കുള്ളതാണ്. പ്രിയേ, പൊറുക്കുക. എല്ലാം ആ വഞ്ചകിയുടെ സഹവാസം കൊണ്ട് സംഭവിച്ചതാണ്. ചൂതാട്ടക്കാരോടും പരസ്ത്രീ ലംബടന്മാരോടും പരദൂഷണ പ്രിയരോടുമൊക്കെ കലർന്ന് വിനോദിക്കാൻ നമ്മുടെ പൂർവികന്മാർ നേടിത്തന്ന മല പോലുള്ള സമ്പത്തെല്ലാം തുലച്ച് ദരിദ്രനായി വന്നിരിക്കുകയാണ് ഞാൻ. അങ്ങ് വിഷമിക്കേണ്ട. ഇത് തലമുറകൾക്ക് മുമ്പുള്ള വളരെ വിലപിടിപ്പുള്ള ചിലമ്പുകളാണ്. അങ്ങയ്ക്കിത് വിൽക്കാം. നിന്റെ കാലടികളെ അലങ്കരിക്കുന്ന ചിലമ്പുകളിൽ ഒന്ന് വിറ്റിട്ട് വീണ്ടും കച്ചവടം തുടങ്ങാം. ഞാൻ നശിപ്പിച്ച ധനവും ആഭരണങ്ങളും വീണ്ടെടുത്ത് നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപവും ഐശ്വര്യവും വീണ്ടെടുക്കാം. അതിന് കീർത്തി കേട്ട മധുരയിൽ പോകണം. ഉടൻ പുറപ്പെടുക. ദുരിതമാം പാതകൾ പലവൻ
ഇവിടെ എങ്ങനെ വന്നു ചേർന്നു? മാധവിയോടൊത്ത് അങ്ങ് ജീവിച്ചിരുന്ന നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങയുടെ ആഗ്രഹപ്രകാരം തന്നെ മാധവിയിൽ അങ്ങേക്ക് ജനിച്ച കുട്ടിക്ക് അവർ മണിമേഖല എന്ന് പേരിട്ടു. എങ്കിലും ഞാൻ അതിശയിക്കുകയാണ്. എത്രയോ സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യമാർജിച്ച അങ്ങേക്ക് എങ്ങനെ ഈ കഷ്ടദശ വന്നു? മുൻജന്മ ദുഷ്കൃത ഫലമായിരിക്കാം. എന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ഞാൻ നശിപ്പിച്ച മുതൽ വീണ്ടെടുക്കാനായി മധുരയിൽ വാണിജ്യം നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ ചിലമ്പ് വിൽക്കാൻ താങ്കൾ എന്നെ സഹായിക്കാമോ? അത്രയുള്ളൂ. അതാ അദ്ദേഹം രാജകൊട്ടാരത്തിലെ തട്ടാനാണ്. മഹാറാണിക്ക് അണിയാൻ തക്ക വിലപിടിച്ച ഒരു ചിലമ്പ് എന്റെ കൈവശമുണ്ട്. ഇതിന്റെ വില നിർണ്ണയിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഓരോ കുതിലകൾ തങ്ങളുടെ മനസ്സിലൊരു കൂട്ടി സ്വന്തം രക്ഷാമാർഗത്തിൽ സന്തോഷിക്കാൻ പറ്റാനും. ഇത് തീർച്ചയായും രാജ്ഞിമാർക്കല്ലാതെ വേറെ ആർക്കും യോജിച്ചതല്ല. രാജ്ഞിമാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചിലമ്പിന് വിലമതിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. ആയതിനാൽ ഇത് മഹാരാജാവ് തിരുമനസിനോട് ഉണർത്തിയിട്ട് വരാം. അതുവരെ ഇവിടെ കാത്തിരിക്കുക. നഷ്ടപ്പെട്ട ചിലമ്പിപ്പോൾ നിഷ്ഠാന്തരമായ സന്തോഷം വിരുദ്ധ അതിൽ ചെന്നന്വേഷിപ്പിൻ. അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരേ. മന്നവൻ അങ്ങനെ കൽപ്പിക്കെ തങ്ങളുടെ സാധിക്കെ സിംഹാസുരനാക്കട്ടാൻ സൈനികരൊത്തു നടക്കുകയായി. എന്താ പേര്? കോവലൻ. നാട്? ഞാൻ പൂമ്പുക്കാറിൽ നിന്നാണ്. ആ, ചിലമ്പ് കാണട്ടെ. ഇത് റാണിയുടെ ചിലമ്പ് തന്നെയാണോ? അതെ അതെ, സംശയമില്ല. പക്ഷേ ഇയാളെ കണ്ടിട്ട് ഒരു കള്ളനാണെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഏതായാലും കള്ളനെ പിടിച്ചു തന്നിട്ടുണ്ട്. ചിലമ്പ് വാങ്ങിക്കുകയോ ശിക്ഷിക്കുകയോ ഇനി വെറുതെ വിട്ടാലും എനിക്കൊന്നുമില്ല. രാജാവ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ കേട്ടതല്ലേ? അവനെ കൊന്നുവാ എന്നാ പറഞ്ഞത്. ഏയ്, കൊണ്ടുപോവാ എന്നല്ലേ പറഞ്ഞത്? അല്ലല്ല, മേളത്തിന്റെ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാ. കൊന്നുവാ എന്നാ പറഞ്ഞത്. അവനെ കൊല്ലേണം, കത്തിപ്പിൻകഥ സൂക്ഷിക്കാൻ പഴയുന്ന ഭടന്മാരെ വെറുതെ കത്താൻ കളിയാക്കി. മന്ദപ്രജ്ഞൻ ഭരണരുവൻ മദ്യപനക്ഷര ശൂന്യനവൻ വെളുവിള നിന്നും തന്നുടവാൻ കോവല കണ്ഠത്തിൽ. സാധാരണ കള്ളനല്ല, റാണിയുടെ ചിലമ്പ് കണ്ട പെരും കള്ളൻ. നഗരിയിൽ നിന്ന് വന്നവനത്രേ. ദേവി, ദേവി, എന്റെ ദേവി, ഇതിനാണോ യാത്ര പറഞ്ഞു പോയത്? ഇതിനായിരുന്നോ അവസാനമായി തിരിഞ്ഞു നോക്കിയത്? ഇല്ല, ഞാനിത് സഹിക്കില്ല. ഹേ പഞ്ചഭൂതങ്ങളെ, സൂര്യചന്ദ്ര താരാഗണങ്ങളെ, കാറ്റിനെയും കടലിനെയും തുംഗശൃംഗങ്ങളെയും സൃഷ്ടിച്ച ജഗത് പിതാവേ, ഇതു കണ്ണകി ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച കോവലന്റെ പത്നി. എന്റെ കണ്ണുനീർ ഈ പാണ്ഡ്യഭൂമിയിൽ വീണ് സർവസംഹാരത്തിന്റെ വിത്തുകൾ വിതച്ചാൽ എന്നെ പഴിക്കരുത്. ദൈവമുണ്ടോ മധുരാപുരിയിൽ? ദൈവമെന്നൊരാളുണ്ടോ? അവൾ ചോദിപ്പൂ. മൂർച്ചയേറിയ വാളാലവൾ തൻ കാന്തന്റെ കഴുത്ത് മുറിച്ച കൊന്നേ വിധം രാജധർമ്മം
അശ്രു പൊഴിയുന്ന കണ്ണുകളോടുള്ള പെൺകൊടി, നീ ആര്? രാജധർമ്മം വെടിഞ്ഞു നടക്കുന്ന രാജാവേ, എനിക്ക് ചിലത് പറയാനുണ്ട്. സർവതേജോനിധികളായ ദേവന്മാർക്ക് പോലും അത്ഭുതം ജനിപ്പിക്കുന്ന നീതിക്ക് പുകഴ്പെറ്റ ചോഴ രാജാവിന്റെ പുക്കാറാണ് ഞാൻ പിറന്ന നഗരി. ഒരാക്ഷേപവും പറയാനില്ലാത്ത പുകഴാർന്നു വിളങ്ങുന്ന പെരുങ്കുടി മാച്ചാത്തുവാന്റെ പുത്രൻ. ദുഷ്കൃതങ്ങളുടെ ഫലമെന്നോണം ഈ നഗരത്തിൽ വന്ന് എന്റെ കാൽച്ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ ശ്രമിക്കവേ നിന്നാൽ വധിക്കപ്പെട്ട കോവലന്റെ ധർമ്മപത്നി കണ്ണകിയാണ് ഞാൻ. ദേവതയെ പോലെ ശോഭിക്കുന്ന യുവതി കള്ളനെ വധിക്കുക എന്നുള്ളത് രാജനീതിയിൽ പെടുന്നതല്ലേ? ധർമ്മനീതി പടരാത്ത പാണ്ഡ്യപുരിക്ക് നാഥ, ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. അങ്ങയുടെ പത്നിയുടെ നഷ്ടപ്പെട്ട ചിലമ്പിനുള്ളിലെ തരികൾ എന്താണ്? തീർച്ചയായും അത് മുത്തുകളാണ്. എങ്കിൽ കാണുക, എന്റെ പൊൻചിലമ്പിനുള്ളിലെ തരികൾ മാണിക്യക്കല്ലുകളാണ്. പതിവ്രതകളാൽ അലങ്കൃതമായ കാവേരി പൂപ്പട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. ആ നഗരത്തിൽ പിറന്ന ഒരു സ്ത്രീരത്നമാണ് ഞാനെങ്കിൽ എന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ ഈ മധുര നഗരം